ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാം. ഇനി കടയിൽ പോയിട്ട് മായുവിലെ പ്രോട്ടീൻ പൗഡർ ഒന്നും വാങ്ങണ്ട. നമുക്ക് ഇതുപോലെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ മതി ഈ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാൻ. ഇനി ഈ പൊടി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ കടായിയിലേക്ക് അരക്കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചമ്പാവരിയുടെ അവലാണ്, ചോന അവല്, അതാണ് നല്ലത്. ഈ ചോന അവലാണ് നല്ലത്. ചോന അവല് വറുത്തെടുക്കണം. പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. കരിയാതെ തന്നെ വറുത്തെടുക്കണം, കളറൊന്നും മാറാതെ. കയ്യിൽ ഒന്ന് അവലെടുത്ത് നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന ഭാഗത്തിൽ ഇത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്, മത്തൻ കുരു. അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ്. ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇതും ചെറിയ തീയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം, കരിയാതെ വറുത്തെടുക്കണം. കരിഞ്ഞു പോയാൽ പൊടിയുടെ കളറെല്ലാം മാറും. ഇതിങ്ങനെ പൊട്ടുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നിലക്കടല ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത നിലക്കടല ആയതുകൊണ്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി. നല്ലപോലെ നിലക്കടല ഒന്ന് ചൂടായി വരണം. വറുത്തതായതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് 1/4 കപ്പ് എള്ളി ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിയാതെ വറുത്തെടുക്കണം. ഇതെല്ലാം കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കണം. കഴുകി ഒരു തുണിയിലിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എള്ളിങ്ങനെ പൊട്ടുന്ന സമയത്ത് ഇതൊരു ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് ചിയാ സീഡ് 2 ടേബിൾ സ്പൂൺ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ലപോലെ ചൂടാകുമ്പം ഇതൊന്ന് മാറ്റാം. ഇനി ഫ്ലാക്സ് സീഡ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അത് നല്ലപോലെ ചൂടായതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഇതെല്ലാം കഴുകിയെടുത്തതാണ്, കഴുകി ഉണക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അയമോദകവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അതും ഒന്ന് പൊട്ടുമ്പോൾ ഇതിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അവലും പംകിൻ സീഡും ഒരു പ്രാവശ്യം പൊടിച്ചെടുക്കാം. അത് നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. ചെറിയ ജാറിൽ ഇട്ടിട്ട് പൊടിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. ഇനി എള്ളും ചിയാ സീഡും ഫ്ലാക്സ് സീഡും എല്ലാം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നിലക്കടലയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് പൊടിക്കുന്ന സമയത്ത് ശരിക്കും പൊടിഞ്ഞു കിട്ടൂല. ഇങ്ങനെ വേറെ വേറെ പൊടിച്ചെടുത്താൽ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു വെള്ളലാറിയിട്ട് നല്ല ഇതെടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂണിട്ടിട്ട് തന്നെ, വെള്ളമൊന്നുമില്ലാത്ത സ്പൂണിട്ടിട്ട് തന്നെ എടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ കേടാവുകയും ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ക്ഷീണം മാറാനും നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ ഇത് മതി. ഒരു സ്പൂണ് ഇത് 1 ടേബിൾ സ്പൂൺ ഇതിട്ട് പാലിൽ കലക്കി കുടിക്കുക. അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുടിക്കുക. ചൂടുവെള്ളം പാല് വേണ്ടാത്തവർക്ക്, കുട്ടികൾക്കൊക്കെ പാലിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ശർക്കരപ്പൊടിയും തേങ്ങയും ഇട്ടിട്ട് ലഡു ആയിട്ടും കഴിക്കുക. അങ്ങനെ വേണ്ടവർക്ക് ശർക്കരപ്പൊടിയും തേങ്ങയും ഇട്ട് ലഡു ആക്കിയിട്ടും കഴിക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് ഉരുളിയാക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡർ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.